സുഹൃത്തെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വൈകിട്ട് ഏകദേശം ഒരു 4:30 കഴിഞ്ഞു. വീട്ടിൻ്റെ ഈ സൈഡിലൊക്കെ നല്ല ഇരുട്ട്, ഗംഭീര മഴയാണ്, അതിഗംഭീര മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒപ്പം തന്നെ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വലിയ പിടുത്തുണ്ടോ? ക്രൈസിസ് മാനേജ്മെൻറ്റ് പക്ഷേ ഈ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുക 2018 കാലഘട്ടങ്ങളിലാണ്. അന്ന് അതിഗംഭീരമായിട്ടുള്ളൊരു പ്രളയം നമ്മുടെ കേരളത്തിലുണ്ടായി. അന്നാണ് ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നുള്ള വാക്കൊക്കെ ശക്തമായി നമ്മൾ കേൾക്കുകയും മുരളി തുമ്മാരുക്കുടി അടക്കമുള്ള ആളുകൾ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റിയ അതിഗംഭീരനായിട്ടുള്ള മനുഷ്യൻ, 10ൽ 10 കൊടുക്കാവുന്നൊരു മനുഷ്യനാണ് സഖാവ് പിണറായി വിജയൻ, അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സമയത്ത് താരതമ്യത്തിനൊന്നും നിൽക്കുകയല്ല കേട്ടോ, പക്ഷേ ചിലതൊന്നും പറഞ്ഞു പോവാതെ വയ്യ എന്നുള്ളതുകൊണ്ടാണ്. ചില ആൾക്കാരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടു, ഇന്നലെ രാത്രി മുതൽ എങ്ങാണ്ട് പെയ്യാൻ തുടങ്ങി മഴയുടെ അവസരത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൽ കാണാം. ഫേസ്ബുക്ക് പോസ്റ്റിലും സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളല്ലേ, അതിലൊക്കെ കാണാം. പക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ജാഗ്രതാ നിർദ്ദേശമൊന്നും കാണാനില്ലത്രേ. നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്തായിരുന്നോ? ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ടൈം വെച്ചിട്ട് നോക്കണേ, ചെക്ക് ചെയ്യണം. ശരി, എന്തായാലും മാധ്യമങ്ങൾ ഇന്ന് അതെടുത്ത് അലക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, 1-2 പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കാണിച്ചു തരാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്ര നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരാൾ പോലെ കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷെ ഈ നേരം വരെ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്ര നേരമായിട്ട് നമ്മുടെ ഇവിടെ ആ നിൽക്കുന്ന മനുഷ്യൻ ചരിത്രം അറിയുന്ന മനുഷ്യനാണ്. 2010 പ്രളയം അനുഭവിച്ച മനുഷ്യനാണ്. അന്ന് ഈ രക്ഷാപ്രവർത്തനത്തിനുമൊക്കെ വേണ്ടി വന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം കട്ടയ്ക്ക് നിന്ന മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, ഇന്നലെ ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടേക്ക് എത്തിയിട്ടില്ല എന്ന്. ഈ ഉദ്യോഗസ്ഥർക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? അതിൽ നിർദ്ദേശങ്ങളും മറ്റൊക്കെ കൊടുക്കണം, അതൊക്കെ അവിടേക്ക് എത്തണം. അതെത്തിയാൽ മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇനി യെല്ലോ അലേർട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോകാനുള്ള ഒരു അലേർട്ടാണോ? അല്ല എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. ഒന്ന് ജാഗ്രത ആയിട്ട് ഇരിക്കണം. ഇന്ന് ഞങ്ങൾ മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ടാണ്. റെഡ് അലേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓടിപ്പോകാനും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള നിർദ്ദേശം തരും, നിങ്ങൾ ഇന്ന പ്രദേശത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം, റെഡ് അലേർട്ടാണ്, ഇന്ന പ്രദേശത്തെ ആളുകളൊക്കെ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം, ഒരല്പം അപകടാവസ്ഥയിലാണ് കാര്യങ്ങളെന്ന് നമുക്ക് നിർദ്ദേശം തരണം. തദ്ദേശം അല്ലെങ്കിൽ ഏതെങ്കിലും രീതി നമുക്കത് കിട്ടും. അതൊന്നും ആ പ്രദേശത്തുകാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇല്ലെങ്കിൽ അത് ഗവൺമെന്റിന് പറ്റിയ പിഴവാണ്, ഒരു സംശയമില്ല. ഒരു വർത്തമാനം കൂടി കേൾക്കും. ഇന്നലെയും ഇന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സ്കൂളുകൾക്ക് അവധി കൊടുത്തപ്പോൾ എല്ലാവരും അതൊരു തമാശയായിട്ട് കിട്ടും. പക്ഷേ സീരിയസ് ആയിട്ട് ഒരു അറിയിപ്പ് കിട്ടുമ്പോൾ അത് ഗവനിച്ചില്ല എന്നുള്ളതിൻ്റെ ദൂഷ്യമാണ്. ഇപ്പോൾ ഈ ഇന്നലെ ഒരു മലയോര മേഖലയിലൊക്കെ ആളുകൾക്ക് ചില സൂചനകൾ അറിയാം, പഴയ ആളുകൾക്ക്. അവർ പറഞ്ഞിട്ട് തന്നെ കുറേ ആളുകളെ മാറ്റി പറപ്പിച്ചു, അല്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടായത്. മലയോര മേഖലയിലെ ചില പഴയ ആളുകൾക്ക് ഉണ്ടായ സൂചനകളുടെ ഭാഗമായിട്ടാണ് മാറ്റി പാർപ്പിച്ചത്. അല്ല, ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും മോഡേൺ എക്യുപ്മെന്റ്സും മറ്റൊക്കെ ഉള്ളതല്ലേ, അതിന്റെ ഭാഗമായിട്ട് നിർദ്ദേശങ്ങളൊന്നും കിട്ടിയില്ലേ? അത് അവിടുത്തെ ജനങ്ങൾക്ക് അറിയിച്ചില്ലേ? അറിയില്ല, കേൾക്കാം. എന്തായാലും കാഷ്വാലിറ്റീസ് ഒന്നുമില്ല. പൂഞ്ഞാറിന് ഒരമ്മയും കൊച്ചും മണ്ണ് മൂടി മരിച്ചുപോയി. ഇവിടെ വീടുകൾ മൊത്തം അതിൻ്റെ കുറച്ചുകൂടെ ഒരു സാധനം പോലും ഇല്ലാതെ മുഴുവൻ ഒഴുകിപ്പോയി. 10-20 വീടുകൾ. അതുപോലെ മലയിടിച്ചിലുണ്ടായി, ഒരുപാട് ദുരന്തങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ജനങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, സർക്കാർ തരുന്ന അറിയിപ്പുകൾ അത് യഥാർത്ഥത്തിൽ കേട്ട്. ഇപ്പം തന്നെ ഞങ്ങൾ പോയി
പോയ വഴിക്ക് പള്ളിയുടെ പരിസരങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചു. അപ്പൊ യെല്ലോ അലേർട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരങ്ങോട്ട് ഒളിച്ചോടി പോകും. എനിക്കറിയില്ല ഇതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അറിയില്ല. എന്തായാലും കിട്ടുന്ന വിവരങ്ങളൊക്കെ വളരെ നെഗറ്റീവാണ്. സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നതാണ്. ഇനി അത് എത്രത്തോളം ശരിയാണ് തെറ്റൊന്നും അറിയില്ല. പക്ഷേ കിട്ടുന്ന വിവരം നെഗറ്റീവാണെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നല്ല വഴിക്കല്ല പോകുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതമൊക്കെ രക്ഷപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് എന്നർത്ഥം. ഏത് ബൈ.